കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയും കാരണം മട്ടന്നൂർ മേഖലയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 3 മാസത്തിനുള്ളിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ അപകടങ്ങളിൽ 10ഓളം പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മട്ടന്നൂർ തലശ്ശേരി റോഡിൽ ലിങ്ക്സ് മാളിന് സമീപം സ്വകാര്യ ബസ് സ്കൂട്ടിയിലിടിച്ച് അധ്യാപിക മരിച്ചതാണ് അവസാനത്തെ സംഭവം. തലശ്ശേരിയിൽ നിന്നും മട്ടന്നൂർ വഴി ഇരിട്ടിയിലേക്ക് നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്ന ജ്യോതിർമയി ബസ്സാണ് അധ്യാപികയുടെ ജീവനെടുത്തത്. ഇരിട്ടിയിലേക്കുള്ള യാത്രക്കാരെ കയറ്റാൻ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വേഗത്തിലെത്താൻ ബസ് അശ്രദ്ധമായി ഓടിച്ചു വരുന്നതിനിടെയാണ് സ്കൂളിലേക്ക് ഭർത്താവിനൊപ്പം സ്കൂട്ടിയിൽ പോകുന്നതിനിടെ ബസ് ഇടിച്ചു തെറിപ്പിച്ച് അധ്യാപിക റീഷയ്ക്ക് ദാരുണാന്ത്യമുണ്ടായത്. ഇടതുഭാഗത്തുകൂടി പോകേണ്ട ബസ് വലതുഭാഗത്തുകൂടി അമിത വേഗതയിലെത്തിയാണ് സ്കൂട്ടിയിൽ ഇടിച്ചത്. അധ്യാപിക ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു. റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്തതോടെ ഇരിട്ടി മട്ടന്നൂർ തലശ്ശേരി, ഇരിട്ടി മട്ടന്നൂർ കണ്ണൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ അമിത വേഗതയിൽ പോകുന്നതാണ് അപകടം വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഇരിട്ടി കണ്ണൂർ തലശ്ശേരി റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കൂടുതലായും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലും ബസ്സുകളുടെ മത്സരയോട്ടവും പതിവാണ്. ബസ്സുകൾക്ക് പുറമെ മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. എടയന്നൂരിൽ അമ്മയും 2 മക്കളും, നടുവനാട് സ്കൂൾ വിദ്യാർത്ഥിനിയും അപകടത്തിൽ മരിച്ചതും അടുത്ത കാലത്താണ്. അമിത വേഗതയിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മട്ടന്നൂർ CI A ബിനു പറഞ്ഞു. റോഡ് നിർമ്മാണത്തിലെ അപകടങ്ങളും മറ്റും ഒരു പരിധിവരെ അപകട കാരണമാകുന്നുണ്ട്. പിന്നെ നമുക്ക് വാഹനങ്ങളുടെ അമിത വേഗതയും ഒരു കാരണമാകുന്നുണ്ട്. നമ്മൾ ഇൻ്റർസെപ്റ്ററിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഫൈനും മറ്റും ഈടാക്കുന്നുണ്ട്, ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി. ടൈം ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് MV ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംയുക്തമായിട്ട് നമ്മളൊരു ഓപ്പറേഷൻ നടത്തുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ചെയ്തു വരുന്നത് കൺട്രോൾ റൂം വെഹിക്കിൾ, ഇൻ്റർസെപ്റ്റർ, കിലോ 2, സ്റ്റേഷൻ വെഹിക്കിൾ, ട്രാഫിക് പോയിന്റിലെ ഡ്യൂട്ടിക്കാർ എന്നിവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പരിശോധന നടത്തുന്നത്. പരിശോധന നടത്തിയിട്ട് വയലേഷൻ കാണിക്കുന്ന ആൾക്കാർക്ക് ഫൈൻ നൽകി വരുന്നുണ്ട്. ഏതായാലും ഇത് കുറച്ച് ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിനെ തുടർ നടപടി ശക്തമായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും. ഒപ്പം MVD ഡിപ്പാർട്ട്മെന്റിനെയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.